മനസ്സിൽ പൂതി വെച്ചോ മുഅ്മിനെ, ഒരുങ്ങിക്കോ മുഅ്മിനെ. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാകട്ടെ എന്നാണ് പലരും പറയാറുള്ളത്. എല്ലാം സെറ്റായിട്ട് നീ ഹജ്ജിനെത്തൂല. നീ മാറ്റിവെക്ക് ഹജ്ജിന് വേണ്ടിയുള്ളൊരു തുക. നിന്റെ കയ്യിൽ അല്ലാഹ് തന്ന സമ്പത്തുണ്ട്, ആ സമ്പത്തുമാണ് നീ ഹജ്ജിന് ചെലവഴിക്കേണ്ടത്. ആരോഗ്യം ക്ഷയിച്ചിട്ടല്ല മോനെ ഹജ്ജിനിറങ്ങേണ്ടത്. ആരോഗ്യമുള്ള സമയത്ത് നീ ചെലവഴിച്ചിട്ട് ഇറങ്ങിത്തിരിക്ക്. ഒരു കാറ് വാങ്ങാനുണ്ട് ഉസ്താദെ, കുറെ കാലത്ത് ആഗ്രഹമാണ്. ഉള്ള വീടൊന്ന് പൊളിച്ചിട്ട് മാറ്റിക്കെട്ടണമെന്നാണ്, ഈ ഇന്റർലോക്കൊക്കെ ഒന്ന് മാറ്റണമെന്നാണ്. എല്ലാ പൂതിയും വേണം മോനെ. അതൊന്നുമല്ല അത്യാവശ്യം. അതിനപ്പുറത്തേക്ക് എന്നൊക്കെ നിർബന്ധ ബാധ്യതയായി കിടക്കുന്ന ഹജ്ജുണ്ട് നിന്റെ പെരടിയില്. ചെയ്തു വീട്ടാതെ നീ മരണപ്പെട്ടാൽ നിന്റെ സമ്പത്തിൽ നിന്ന് ഹജ്ജ് കടം വീട്ടാതെ അനന്തരാവകാശികൾ ഓഹരി ചെയ്യുന്നത് നിനക്കത് എതിരായി ബാധിക്കുന്നതാണ്. നിന്റെ റബ്ബിനോടുള്ള കടമ വീട്ടാതെ ആ സമ്പത്ത് മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റൂല. നിർബന്ധമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനമാണ്. പലപ്പോഴും ഗൗരവമായി കാണാത്തതാണ്. പ്രായം കുറച്ചും കൂടിയൊക്കെ അങ്ങ് എത്തട്ടെ എന്നാണ്. എത്തുമെന്നെന്തുറപ്പാ നമുക്കുള്ളത്? അല്ലാ, ജീവിതത്തിൽ അവസരം നൽകണേ റബ്ബേ. ആരെല്ലാം ഹജ്ജിന് വേണ്ടി ഞങ്ങളിൽ നിന്ന് യാത്ര തിരിച്ചുവോ തിരിക്കാൻ ഉദ്ദേശിക്കുന്നുവോ സർവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ.